വെല്ലുവിളിച്ചുകൊണ്ട് ഇതാ അടി തുടങ്ങിയിരിക്കുന്നു. അടി 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 അപ്പടി. നിക്സൺ കാർപ്പൻറ്ററി നിർത്തി പൊറോട്ട അടിക്കാൻ തുടങ്ങി. യുവർ നെയിം സ്വാമി? നെയിം ആര്യ സുമൻ. ഓക്കെ, താങ്ക് യു. ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്, ലെവരിയ. ഞങ്ങൾ താമസിച്ച വീടിൻ്റെ ഓണറുടെ വീടാണിത്. ഇത് ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയ പൊറോട്ട ഉണ്ടാ. ടച്ച് ആൻഡ് ട്രാവൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ചെട്ടിക്കുളം എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തിയിട്ടാണ്. ചെട്ടിക്കുളം നമ്മുടെ നാടിൻ്റെ പേര് പോലെയൊക്കെ ഉണ്ട്. അവിടെ ഒരു കടയുണ്ട്, ഒരു ഫ്രൂട്ട്സ് കട, വന്നി ഫ്രഷ് ജ്യൂസ് ബാർന്നു. അപ്പോൾ അവിടെ 110 കിലോമീറ്റർ ഇന്ന് റൈഡ് ചെയ്യണം. അപ്പം നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന കെവിൻ എന്ന് പറഞ്ഞ ഒരു പോലീസുകാരനുണ്ടായി. അയാൾ വേറെ 2 പോലീസുകാർ ഇപ്പോൾ ഏൽപ്പിച്ച് വിട്ടേക്കുന്നത്. അവർ രണ്ടുപേരും നമുക്ക് വേണ്ട സഹകാര്യങ്ങളൊക്കെ ചെയ്തു തരാനും പിന്നെ വേണ്ട പോലെയുള്ള അന്വേഷണവും ഇവരുടെ ഒരു സ്നേഹമാണ്, ഭയങ്കര സ്നേഹമാണ് ഇവർക്ക്. അപ്പോൾ അജയ് വണ്ടാറ അങ്ങനെ പറഞ്ഞ 2 പോലീസുകാരാണുള്ളത്. അപ്പോൾ അവർ നമ്മുടെ ഈ പാസ്പോർട്ട് കാര്യങ്ങളെല്ലാം വാങ്ങിച്ച്, ആ കാണുന്ന അജയ് എന്ന് പറഞ്ഞത്, ഇത് വണ്ടാറ എന്ന് പറഞ്ഞത്. റൂമൊന്നും കണ്ടിട്ടില്ല, റൂം കാണിച്ചു തരാം. അപ്പോൾ ഇതിനെല്ലാം ഒരു സൈക്ലിസ്റ്റാണ് ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത്. അപ്പം ഇനിയിപ്പം അയാൾ ചിലപ്പോൾ വരും, അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിലെവിടെയോ ആണ്, എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. അതിപ്പോൾ ഭക്ഷണമൊക്കെ ഇവിടെ നിന്ന് തന്നെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഞാൻ റൂമെല്ലാം കാണിച്ചു തരാം കേട്ടോ, കണ്ടിട്ട് കാണിച്ചു തരാം. ഇത് നോക്കിക്ക്, ഇവിടെ ഇല്ലേ ഈ തലങ്ങും വിലങ്ങും ഇങ്ങനെ മിലിറ്ററിയുടെ വണ്ടി പോകുന്നത് എപ്പോഴും കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ കുളിയെല്ലാം കഴിഞ്ഞ്, കുളിച്ച സ്ഥലം നാളെ രാവിലെ കാണിച്ചു തരാം കേട്ടോ. സംഭവം അപ്പോഴാണ് നോക്കുമ്പോഴാണ് ഷൂസിൻ്റെ ഇത് വിട്ടുപോയി, നമ്മുടെ സോള് വിട്ടുപോയി. അപ്പോൾ ഇനി അത് ഒട്ടിക്കണം. അത് ഒരു മുട്ടി നോക്കിക്കേ, ഇത് കണ്ട വിട്ടിരിക്കണത് സോളും 2ഉം കൂടി വിട്ടുപോയി. ഞാൻ പശ കൊണ്ടുവന്നിട്ടുണ്ട് പഞ്ചർ ഒട്ടിക്കണം. അതുകൂടാതെ ലപ്പോക്സ് എന്ന് പറഞ്ഞൊരു പശയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ഒട്ടിച്ചിട്ട് നാളെ നോക്കാം. ഇത് നടന്നില്ലെങ്കിൽ പേടിക്കാനൊന്നുമില്ല, ഞാൻ വേറെ പെഡലും അതുകൂടാതെ ചെരുപ്പും ഉണ്ട് കൂടെ. അപ്പോൾ അതുകൊണ്ട് ഇത് നടന്നില്ലെങ്കിൽ ആ ചെരുപ്പിട്ട് ചവിട്ടും, പെഡൽ ഫിറ്റ് ചെയ്താൽ മാത്രം മതിയല്ല. വേറൊരു സംഭവം കൂടി ഉണ്ടായിട്ടാ. ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഈ വീടിൻ്റെ ഉടമസ്ഥൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ടേ ഭക്ഷണം ഉണ്ടാക്കണതാണ്. ഇവിടെ ഇങ്ങനെ വേറെ ഭക്ഷണമൊന്നും ഇവിടെ കൊടുക്കണില്ല, ജ്യൂസ് കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ പുള്ളിക്കാരനുണ്ടല്ലോ, ഇതുണ്ടാ 3 പേർക്കും വേണ്ടി പൊറോട്ടയുടെ മാവ് ഉണ്ടാക്കി റെഡിയാക്കാൻ പോണേ, പൊറോട്ട ഉണ്ടാക്കാൻ പോണേ. പിന്നെ കോഴിക്കറിയൊക്കെ അവിടെ റെഡിയാക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നിവിടെ ഭയങ്കര ഒരു പരിപാടിയാക്കാനായിട്ടാണ് പ്ലാൻ ചെയ്യണം. അപ്പോൾ ഇവർ അപ്പനും പിന്നെ ഇത് മകൻ, ഇനിയൊരു മകൻ, ഇനി വേറെ ഒരു മകനും ഇവിടെ ഇരിക്കും. 3 പേരുണ്ട്. അപ്പം ഇവർ പിന്നെ വൈഫുണ്ട് ഇവിടെ. അപ്പോൾ ഇവരെല്ലാവരും ഭയങ്കര ഒരു ആഘോഷമാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ്. എന്തായാലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പോൾ ഇവരുടെ കടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കട ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് വശമാണ് കടയുടെ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കടയെല്ലാം അടച്ച്, കണ്ടില്ലേ, കട അടച്ച്. ഇവിടെ ജ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കടയാണ്, കണ്ടില്ലേ. ഇവിടെ ഇങ്ങനെ നമ്മുടെ അവിടെയുള്ള അവക്കാഡോ, പിന്നെ അതുപോലെ മാങ്ങ, പൈനാപ്പിള്, പഴം, പിന്നെ ഓറഞ്ച്, മാങ്ങ, ഇതെല്ലാം ഉണ്ട്. പിന്നെ ഇങ്ങനെ കൂൾ ഡ്രിങ്ക്സ്, അങ്ങനെയെല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ ഈ ജനലിൻ്റെ അപ്പുറത്തുകൂടെ നോക്കിക്കഴിഞ്ഞാൽ ആളുകൾക്ക് നേരത്തെ കാണിച്ചെന്ന സ്ഥലം ഉണ്ടല്ലോ, ലെനിൻ ചേട്ടൻ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഇരിക്കണ സീറ്റിൽ ആളുകൾക്ക് ഇരിക്കാനായിട്ടൊക്കെയുള്ളൊരു സൗകര്യമുണ്ട്. പിന്നെ ഇവിടെ ഒരു മുളങ്കൂട് ഉണ്ട് കേട്ടോ, ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയാണ് ഈ സ്ഥലം. അദ്ദേഹം അവിടെ പൊറോട്ടയൊക്കെ കുഴച്ചിട്ട് വേറെ ആരോ വന്നിട്ട് അസ്സലാമു അലൈക്കൊക്കെ പറഞ്ഞ്, അവർ കൂട്ടുകാരനാണെന്ന് തോന്നുന്നു, അവർ നോക്കിയിരിക്കുന്നുണ്ട്. ഒരു പയ്യനുണ്ട്. അപ്പോൾ അവർ നമ്മുടെ വിശേഷമൊക്കെ പറയാൻ വേണ്ടിയിട്ട് ചെന്നേക്കണേന്ന് തോന്നുന്നു കേട്ടോ. ഇവര് ക്യാഷ് ഇതിപ്പോ പഠിപ്പിക്കുന്നുണ്ടാ, നമ്മുടെ മാസ്റ്ററെ പഠിപ്പിക്കുന്നുണ്ടാ, പൊറോട്ട മാസ്റ്ററെ ലെനിൻ ചേട്ടനെ. அப்படி வைக்கிறோம். அப்புறம் திருப்பி கை எங்கே மாற்றணும், இந்த கை இங்கே இருந்தால் இப்போ இங்கே வந்துடணும். இப்படி தூக்கி இப்படி ஒரு அடி, அப்புறம் இங்கே எடுக்கணும். ഒന്ന് അടിച്ച് കാണിച്ചാൽ അടുത്തത് ലെനിൻ ചേട്ടൻ അടിക്കാൻ വേണ്ട പൊറോട്ട. നമ്മുടെ കേരള പൊറോട്ട അടിക്കുന്നതിനായി ലെനിൻ ചേട്ടനെ ക്ഷണിക്കുന്നു. ശ്രീലങ്കയിൽ വന്ന് കേരള പൊറോട്ട അടിക്കുന്നതിനായി നമ്മുടെ പൊറോട്ടയുടെ മാനം കാത്തുകൊണ്ട് ശ്രീലങ്കൻ പൊറോട്ടയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇതാ അടി തുടങ്ങിയിരിക്കുന്നു. അടി 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 അപ്പടി. ഒരു ഹോട്ടൽ മുതലാളിയുടെ അടിയാണ്ടാ.
ഞാൻ അടിച്ചുതരാം. ആ மத்தகை இப்படி அடிக்கணும். അതൊന്നും தெரியாது. இது லேசா ഏ இதுக்கு வராது, லேஸ் வராது, கஷ்டம். കഷ്ടം. ഒരു പൊറോട്ടയാണിത്. എന്ത് സാധനം ഇത്? ലെഞ്ചേട്ടാ നാണക്കേടാവോ? ശ്രീലങ്കയിൽ വന്നിട്ടേ ഇവിടെ ഞങ്ങളെ പൈസ ഇല്ലാണ്ടുണ്ടല്ലോ പൊറോട്ട അടിപ്പിക്കണേ ഹോട്ടലില്. എങ്ങനെയെങ്കിലും അടിച്ച് പൈസ സമ്പാദിക്കും, നാട്ടിൽ പോണ്ടേ. മതി മതി, അങ്ങോട്ട് കൊടുത്തേക്ക്. ഇനി എന്നെ പൊറോട്ട അടിക്കാൻ പഠിപ്പിക്കുന്നത് കാണാട്ടാ. കൈ കൊണ്ടല്ലേ ആശാൻ മാസ്റ്റർ അടിച്ചോണ്ടിരിക്കുമ്പോ. கை கொடுப்பது ஆயிட்டா. നിക്സൺ കാർപ്പൻറ്ററി നിർത്തി പൊറോട്ട അടിക്കാൻ തുടങ്ങി. ഇനി മുതൽ നിക്സനെ പൊറോട്ട നിക്സൺ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. ഗംഭീര പൊറോട്ട അടി. അദ്ദേഹം നോമ്പ് തുറക്കണ കൂട്ടത്തിൽ ഞങ്ങൾക്കും ഫ്രൂട്ട്സ് എല്ലാം തന്നിട്ടാ. ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ അണ്ണൻ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്, ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പതിയെ കേൾക്കാം. ടോയ്ലറ്റ് വെച്ചിട്ട് എമർജൻസി റോഡിൽ പോരാക്കൾ എന്ത് ടൈമും വന്ന് യൂസ് பண்ணலாம். റോഡിൽ പോണ വണ്ടികൾക്ക് റെസ്റ്റ് എടുത്ത് ടോയ്ലറ്റ് യൂസ് ചെയ്യണം. எமர்ஜென்சில கனவே ரெஸ்ட் எடுத்து நைட்ல வந்து கனவே தாங்குவாங்க. டெக்கு போயிட்டே போயிட்டு அப்போ உங்களுக்கு அந்த டிஃபரன்ஸ் கிளியரா. அப்போ நீங்க அந்த சரியா ஒரு 10 நிமிஷத்துக்குள்ள இந்த இடம் போகல நீங்க நின்றா உடனே கேட்பாங்க இங்க ஆள் வரையில. கரெக்ட். உடனே அந்த இடத்துக்கு உடனே ஆள் அனுப்புவாங்க. நீங்க குளிச்ச இடத்துல உங்களுக்கு பார்க்க வெயிட் ஆயினா உடனே அந்த இடத்துக்கு ஆள் வந்து பார்த்திப்பாங்க. ഇദ്ദേഹം പറയണെന്താന്ന് വെച്ചാലേ, നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് എവിടെയെങ്കിലും എത്താൻ വൈകിക്കഴിഞ്ഞാൽ അപ്പോൾ അവർ മെസ്സേജ് പാസ് ചെയ്യും ഇവരെത്തിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അവർ ഈ പോലീസുകാർ തേടി നമ്മളെത്തുമെന്നാണ്. പിന്നെ ഇദ്ദേഹം ഉണ്ടല്ലോ നല്ല വിദ്യാഭ്യാസമുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ഇദ്ദേഹം പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്കണോമിക്സിൻ്റെ ടീച്ചറായിരുന്നു ഇദ്ദേഹം. അപ്പോൾ പുള്ളി പറയണത് വൈറ്റ് ഷർട്ട് എം ടി പോക്കറ്റ് അതല്ല അങ്ങനെയല്ല ജീവിക്കേണ്ടത്. നമ്മൾ അധ്വാനിച്ചും വിയർപ്പ് ഒഴുക്കിയും ജീവിച്ചാൽ മാത്രമേ നമുക്ക് പോക്കറ്റിൽ എന്തെങ്കിലും നിറച്ച് ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് നേരം ഇങ്ങനെ സംസാരിച്ചിട്ടാണ്. ഞങ്ങൾക്ക് ഭയങ്കര പുതിയ അറിവും ഇത്രയും നമ്മൾ കാണുമ്പോൾ സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യൻ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വാക്കുകളുണ്ടല്ലോ, നമ്മുടെ ഈ അബ്ദുൽ കലാം സാറ് അതേപോലെയുള്ള വലിയ ആളുകളുടെ പോലെയുള്ള വാക്കുകളാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് കേൾക്കാൻ പറ്റിയത്. കാരണം മണിക്കൂറുകളോളം ഞങ്ങൾ രാത്രി ഇരുന്ന് സംസാരിച്ച്, എന്നിട്ട് ഇദ്ദേഹം തന്നെ നിങ്ങൾ പോയി ഇനി കിടന്നുറങ്ങുക, രാവിലെ ഇനി റൈഡ് ചെയ്യേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ നല്ലപോലെ സുരക്ഷിതമായിട്ട് കിടത്തി അകത്ത് റൂം ലോക്ക് ചെയ്യാൻ പറഞ്ഞ്, എന്നിട്ട് ഇനിയിപ്പോൾ ആര് വിളിച്ചാലും പുറത്തിറങ്ങരുതെന്നും പറഞ്ഞു. പറയണത് എന്താണെന്നറിയോ, ഇവിടെ 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്. ചിലവർ മോശമായ ആൾക്കാർ, ചിലവർ നല്ലവർ. നമുക്ക് ആരാണ് എന്താണെന്ന് പറയാൻ പറ്റില്ല എന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ ഈ പോലീസുകാരും ഈ മിലിറ്ററി ഇങ്ങനെയുള്ള ആളുകളെല്ലാം നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ രാജ്യത്തിലേക്ക് വന്നേക്കുന്ന വിദേശികളാണെന്നുള്ള നിലയ്ക്ക് നമ്മളെ സുരക്ഷിതമായിട്ട് ഇവിടെ നിന്ന് എത്തിച്ചു വിടണം. ഒരു പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മുടെ ഇൻഫോർമേഷൻ കൊടുക്കും. നമ്മളവിടെ എത്താൻ വൈകി കഴിഞ്ഞാൽ അവരെപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടിരിക്കും. കെവിൻ എന്ന് പറഞ്ഞ പോലീസുകാരൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു, എവിടെ എത്തി, നിങ്ങളിപ്പോൾ എവിടെയാണെന്ന് നോക്ക്, സ്ഥലം പറയും എന്ന്. സമയം വൈകിയാലും പിന്നെ അവർ നമ്മൾ അടുത്ത അപ്പം തന്നെ ഏതെങ്കിലും പോലീസുകാരെ വിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് ഭയങ്കര സംഭവമുണ്ട്. കാര്യം ഇതുപോലെ എങ്ങും കേട്ടിട്ട് പോലും ഇല്ല ഞങ്ങൾ. ഇത് ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയ പൊറോട്ട ഉണ്ടാ. ഭക്ഷണം തുടങ്ങി ഞങ്ങൾക്ക് കടച്ചക്ക കറി നമ്മുടെ നാട്ടിൽ ഇവിടെ അങ്ങനെയല്ല, ഈരപ്ലാക്ക്. പ്ലാക്ക എന്ന് പറഞ്ഞാൽ ചക്ക, ഈരപ്ലാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടച്ചക്ക. പിന്നെ പൊറോട്ടയൊക്കെ ഇവിടെ ആവശ്യത്തിന് ഇഷ്ടം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കേണ്ട നമ്മുടെ സാദിക്ക. ഇത് മകൻ, ഇത് ഫ്രണ്ട്. പേര് ഫസ്രീൻ. ചിക്കൻ കറി. അവരുടെ സഹോദരൻ, അനിയനാണ്. അപ്പോൾ 3 മക്കളും ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് നല്ല സൂപ്പർ ഫുഡ്, ചിക്കൻ കറി ഇതെല്ലാം. ഓക്കെ. ഗുഡ് മോർണിംഗ്. ഇന്നലെ ഞങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ അണ്ണൻ സെറ്റപ്പ് ചെയ്ത് കാണിച്ചു തരാട്ടാ. എന്താ വലിയൊരു കൊതുപോലെ എല്ലാം കെട്ടിയില്ലേ ചേട്ടൻ, അതൊക്കെ കഴിക്കണേ. ഇതാണ് ഷോപ്പ്. അതിൻ്റെ ഉള്ളിൽ ഇതുപോലുള്ളൊരു പരിപാടി ചെയ്തു തന്നു. രാവിലെ 6 മണിയായി. ഞങ്ങൾ താമസിച്ച വീടിൻ്റെ ഓണറുടെ വീടാണിത്. വീടല്ല, ഞങ്ങൾക്ക് കടയിലാണ്
താമസം ഒരുക്കിയത് എന്നൊരാ പറഞ്ഞായിരുന്നല്ലോ. അവിടുത്തെ നമ്മുടെ അവിടെ പോലെയുള്ള മഴവെള്ള സംഭരണി പോലെയുള്ളൊരു ടാങ്കാണ്. വലിയൊരു ഭരണി പോലെ ഇരിക്കണം അല്ലേ. ഞങ്ങളുടെ തുണിയെല്ലാം ഇവിടെ ഇലക്കിയിട്ടേക്കണം. കാര്യം വെച്ചാൽ ഞങ്ങളുടെ ഈ ഡ്രസ്സ് ഉള്ളത് കൊണ്ടിട്ട് എല്ലാവരും നല്ലപോലെ റെസ്പെക്റ്റ് ചെയ്യുകയും സഹായിക്കുകയും കാര്യങ്ങളൊക്കെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും ഈ ഡ്രസ്സ് തന്നെയാണ് അലക്കി ഉണക്കി ഉപയോഗിക്കണം. പിന്നെ ഇതൊരു കിണറാണ്. കിണറിന് ആഴമുണ്ടാകുന്നറിയില്ല. രാത്രി ആഴമൊന്നുമില്ല, ഇവിടെ അടുത്ത് തന്നെ വെള്ളമുണ്ട്. ഒരു 5 അടി താഴത്ത് നോക്കിക്കഴിഞ്ഞാൽ വെള്ളമുണ്ട് കേട്ടോ. ഇവരുടെ ഇത് അടുക്കള ഭാഗമാണിത്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തു കൂടെ ഇങ്ങനെ റെയിൽ പോകുന്നുണ്ട്. പക്ഷേ രാത്രി ഇത്ര നേരമായിട്ട് ഒരു ട്രെയിൻ പോലും പോയത് കണ്ടില്ല. പിന്നെ കുളിക്കണ സ്ഥലം ഇതാണ്, കുളിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പൈപ്പ് ഇട്ടിട്ടൊരു ഷവറുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കുളിക്കുകയും അലക്കുകയും എല്ലാം ചെയ്യാം. പുറകിൽ നിന്ന് നോക്കിക്കഴിയുമ്പോൾ കാണുന്ന വ്യൂ ഇതാണ്. ഇവിടുത്തെ അക്ക അവിടെ നിന്നിട്ട് വൃത്തിയാക്കുന്നുണ്ട്. ഇവിടെ 50 സെൻറ്റ് സ്ഥലമാണുള്ളത്. ഇവർക്ക് ഏക്കർ കണക്കിന് സ്ഥലം അപ്പുറത്തുണ്ട്. 40 ഏക്കർ സ്ഥലം ഈ റോഡിൻ്റെ എതിർവശത്തുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് ഇപ്പോൾ പോകുന്നുണ്ട് ഞങ്ങൾ. അതും കാണിക്കാം കേട്ടോ. പിന്നില്ലേ ഇവിടുത്തെ മൂത്ത മകനുണ്ടല്ലോ, അവൻ മെക്കാനിക്ക് പഠിച്ചത്, മെക്കാനിക് എഞ്ചിനീയറിങ്. അപ്പോൾ ഇവിടെ വണ്ടികളൊക്കെ പണിയും. പക്ഷേ അവനിവിടെ ഇവിടുന്ന് സിറ്റിയിലേക്ക് മാറി മാന്നാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വർക്ക്ഷോപ്പിൽ പോയി പണിയെടുക്കണേ. അപ്പോൾ ഇവിടെ വരുന്ന അത്യാവശ്യം ചില പണിയൊക്കെ അവൻ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു സെറ്റപ്പും കൂടിയാണ്. ഇവർ ഈ ഏരിയയിൽ ഇവർ മാത്രമേ ഉള്ളൂ താമസക്കാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരുടെ ശല്യമില്ലാതെ ഇവർ സുഖമായിട്ട് ഇങ്ങനെ ജീവിക്കണം ഇവിടെ. ലെനിൻ ചേട്ടൻ പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ എടുത്ത് അദ്ദേഹത്തിൻ്റെ സ്ഥലം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ കാല് വേദന ഉള്ളത് കൊണ്ടിട്ട് അദ്ദേഹം സ്കൂട്ടറിൽ പോയി, ഞങ്ങളിങ്ങനെ പതിയെ പുറകിൽ കൂടി നടന്നുകൊണ്ടിരിക്കണേ. ഇപ്പോൾ സ്ഥലം എത്തിയിട്ടാണ് വണ്ടി ഇവിടെ വെച്ച്. അപ്പോൾ ഇതാണ് ഗേറ്റ്, ഇതിങ്ങനെ അടച്ചിട്ടേക്കണേണ്. ഇത് എത്ര ഏക്കർ? 40 ടോട്ടൽ அந்த அங்க ஃபுல்லா எல்லாம் அந்த அங்கால எல்லாம் 40 ஏக்கர் இருக்கு. ഇതിപ്പോൾ എന്താ പച്ചമുളക്? இது பச்சை തണ്ണി എങ്കിൽ കിടക്കും. தண்ணி இங்க இருக்கு கிணறு. இந்த இரிகேஷன்ல இது ட்ரிப் இரிகேஷன் இது. இது மற்ற നോർമലില് വേറെ അങ്കാല ചിന്നക്കും ചെയ്യപ്പെടും. ഇതിപ്പോ എത്ര ദിവസം വെച്ചത്? എത്ര നാളാச்சு? ഇത് வந்து 2 months ആയില്ല, ഇന്ന് 1 മാസமுം 1.5 മാസം. ഇതിപ്പോ 1 ഏക്കറിൽ ഇല്ല. ഇത് 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 കൊഞ്ഞ് ഇത് வந்து உங்களோட സെന്റിലെ പാടി பார்த்தா 30 സെന്റ്. 30 സെന്റ് വരും. 30 സെന്റ്. ഇപ്പൊ അങ്ങനെ അങ്കാല വേറെ ചെയ്യപ്പെടും. அது வந்து இந்த ஸ்கொட் போனட் என்று சொல்லி ஸ்கொட் போனட் ஸ்கொட் போனட் என்று சொல்லி மற்ற அந்த செய்யும். இப்போ ஸ்டார்டிங் கொஞ்சம் கொஞ்சமாக செய்யப்படுது. இல்லை இந்த அங்கால எல்லாம் ஃபுல்லாக செய்யணும். ஸ்கொச் போனட்டா ஸ்கோச் போனட்டா ஸ்கொச் போனட்டாக்கு தமிழில் இதில் தமிழில் சொல்கிறது மூட்டை மிளகா. மூட்டை மிளகு. அங்கே தமிழில் என்ன எங்களுக்கு தெரியாது. இங்கே இதெல்லாம் மிளகு தான். தமிழ்நாடு மிளகு. தமிழ்நாடுன்னெல்லாம் இந்த மாதிரி மிளகு வந்துடும் கேரளாவில். இது போனட். இது என்னது இந்த இடத்து? ഇത് ലേൺ പ്രിപ്പറേഷൻ സെഞ്ചുറിക്ക് ഇതിൽ എല്ലാം ഫുള്ളാ ചില്ലി ഞാൻ ചെയ്യപ്പോ ഫുള്ളാ. മയില് വന്ന് പെട്ടിട്ടാ, മയില് വന്നിട്ട് ഓടുന്നുണ്ട്. ഇത് ഇവിടെ കൃഷിയില്ലേ, കൃഷി കൃഷി വ്യവസായം അത് ചെയ്തത് ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്തു സഹായം செய்வாங்க. கேட்டா எல்லாருக்கும் இல்ல, சில நேரங்களில் செய்வாங்க. நம்மளே செய்வாங்க. கவர்மெண்ட் சப்போர்ட் இருக்கு. தண்ணி தான் முக்கியம். தண்ணி இருக்கு. தண்ணி மண்ணெல்லாமே நல்ல நல்ல மண்ணு. நல்ல மண்ணு. இந்த மிளகா വേറെ സ്കോച്ച് ബോണ്ട് വാങ്ങാൻ സർക്കാർ ചില ആളുകൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന പറയണം. ഇപ്പോൾ ഇവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മളുടെ അവിടെ പോലെ സബ്സിഡി കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുള്ളൂ. ബോള് ഉണ്ടമുളക്. ഇത് ഉണ്ടമുളകിന്റെ ഇതാണ്. തുടങ്ങിയതല്ലേ, ഒരു വാരം ആയോച്ചാ? ഇത് வந்து இப்போ 1 month ആകും. ഒരു മാസമായി. இதுக்கு பிறகு குயிக்கா பெருகும். നല്ല ഹൈറ്റ് ആവും. ഈ മുളകൊക്കെ ആയി കഴിഞ്ഞാലേ വിൽക്കാനായിട്ട് മാർക്കറ്റിൽ പോകും. അത് ഇവിടെ വന്ന് ആളെടുക്കുമോ? മാർക്കറ്റിൽ പോകலாம். ഇത് വന്ന് എടുപ്പാங்க. മാർക്കറ്റ് അടുത്തുണ്ടോ? മാർക്കറ്റ് കൊണ്ടുപോകலாம். പക്കത്തിൽ ഇരിക്കാന്നാ കേട്ടത്. മാർക്കറ്റ് പക്കത്തിൽ. അങ്ങനെ ഞങ്ങൾ കൃഷിത്തോട്ടം എല്ലാം അദ്ദേഹം കാണിച്ചു തന്ന് വളരെ സന്തോഷമായി. കാലിന് വയ്യെങ്കിലും പുള്ളിക്കാരൻ വണ്ടിയിൽ കയറി വന്ന് നടന്ന് ഇതെല്ലാം കാണിച്ചു തന്നു. ഇനിയിപ്പോൾ നമുക്ക് സമയമൊന്നുമില്ല, ഭക്ഷണം കഴിക്കാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്, ലവരിയ. നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അകത്ത് കൊഴുക്കട്ടതുപോലെ
ശർക്കരയും തേങ്ങാപ്പേരും എല്ലാം ഇട്ടിട്ട് ഉള്ളത്. പിന്നെ കാപ്പി. ചൂടായിരിക്കും അവർ കാലിന് ചൂടാ. ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. താങ്ക് യു. അപ്പോൾ ഞങ്ങളിനി ഇവിടുന്ന് യാത്രയാകുകയാണ്. മനസ്സില്ലാ മനസ്സോടെ ഇവിടുന്ന് യാത്രയാകുകയാണ്, എല്ലാവരും ഒത്തുകൂടി. പിന്നെ നമ്മുടെ പോലീസുകാരൻ വണ്ടാറ സാറ് വന്നിട്ടുണ്ട്. അപ്പോൾ സാറും വന്ന് ഞങ്ങൾക്ക് ഫേസ് തന്നു. അപ്പോൾ സാറ് വേറൊരു സാറും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒത്തുകൂടി ഒരു സെൽഫി എല്ലാം എടുക്കാൻ വേണ്ടി ശ്യാമും ഒരുങ്ങണയാണ്. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ യാത്ര സിഗിരിയിലേക്കാണ്. അപ്പോൾ ഓർമ്മയ്ക്കായിട്ട് എല്ലാവരും കൂടി നിന്ന് ഫോട്ടോയും എടുത്തു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ടച്ച് ആൻഡ് ട്രാവൽസിൻ്റെ ബൈ ബൈ.